കുഞ്ഞ് പൂച്ചക്കും നായ്ക്കും കൊടുക്കാം. ഞാനൊന്ന് ചോദിച്ചു തരാം, കുഞ്ഞു മോനക്ക് തന്നുകൂടാ. ബ്ലാക്ക് ടോൺ മറഞ്ഞു നിന്നിട്ടല്ലേ, എയർ നോക്കിയിട്ട് കീശയിൽ കുറെ ഉന്തി നമുക്ക് ആദ്യത്തെ അതിനെന്താ പിന്നെ റവാ കേക്കില്ല പറയാ. ഈ ഫ്രെയിം നോക്കുന്നുണ്ടോ? തിന്നാന്നുള്ള ഒറ്റ ചിന്ത എവിടെ വന്ന ഷഹജാദ് ഏച്ചി വരും. ഷഹജാദ് എന്ന സുഹൃത്ത് കേക്ക് വയ്ക്കട്ടെ. കേക്ക് തരുമോ നോക്കാം, ഫ്രെയിമിൽ വരുമോ നോക്കാം. ഇത് കാണുമോന്നല്ലോ, വരുവാ. തല താത്തി പിടിക്കാണ്ട് വരും. ഒരു കേക്ക് തരുവാ. ഒരു കേക്ക് കാടാ. എന്റെ ഫോളോവേഴ്സ് ഇതാ വിഷയാവും. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ഫോളോവേഴ്സിനോട് പറയൂ, ഇതാ അളിയോ ഒരു കേക്ക് വെച്ചിട്ട് തരാത്ത പിള്ളേർ. ഇവിടെ പണിക്കാരും പോയിട്ട് രാവിലെ തൊട്ടേ ഇവിടെ അപ്പൊ ആടെ ഈ പണിയെടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് ആടത്തെ കടം വീട്ടാ. പിന്നെ കൊല കിട്ടിയല്ലേ, കൊലങ്ങും തരുവാ. അതും ഇല്ലല്ലേ, കൊലേനെ പറ്റി ഒന്നും പറ്റില്ലല്ലോ. കൊല കൊടുത്തേ കൊലപാതകം നടക്കും. എന്റെ കൊല അവർ മൊത്തം നിന്നിട്ട് വരുന്നേ. 2 മണി വന്നു ഒറ്റക്ക് മുങ്ങുന്നുണ്ടാ വണ്ടിയിലേക്ക്. എന്തിനറിയോ, നമുക്ക് അരയിലുള്ള സാധനം എടുത്തിട്ട് മെല്ലെ വണ്ടിയിലാട്ടിട്ട മിക്കെടുത്തിനില്ലേ. നമ്മൾ വരുന്നതെന്ന് കണ്ടാല് സാധനം അങ്ങ് മാറ്റാം. ഇതാണ് ഫ്ലൈറ്റ് വേണ്ടി വരും. എടാ അവനക്ക് കേക്ക് വേണ്ട, കേക്ക് ചോദിക്കുന്നവനക്ക് കഴിക്കില്ല, വേണ്ടാണ്ട് ഉന്തി അങ്ങ് കൊടുക്ക. ഒരു കേക്കാ ആദ്യം പോയ കേക്ക് എന്താ അറിയോ, ഈ കൊലാട വെച്ചിട്ട് വയ്യത്ത് അതായാലും പറഞ്ഞേ പിടിക്കപ്പെട്ട് അതാണ് സ്റ്റക്കായതാ. എടാ എന്റെ സ്വാദിക്ക് കൊടുക്കട്ടെ, ഞാൻ പിടിക്കണ. ഞാൻ അടുത്ത പൈസ കൊടുത്താ ഞാനാ ആരാ കൊടുക്കുന്നത്? ആ ഇങ്ങനെ അന്നച്ചോണ്ട് ഞാൻ ഇവന്റെ കൂടെ എന്നാ പറഞ്ഞേ, ഈ ഇവിടെ ഉള്ള ചില്ല് നോക്ക, അതേ സാധനം ഉണ്ട് അവിടെ. അതൊന്നും നോക്കിയില്ല, ഇതൊന്നും നോക്കിയില്ല. എനിക്കൊരു കേക്ക് ഇവിടെ വന്നിട്ട് എല്ലാടും ഇങ്ങനല്ലേ വരുന്നേ. ഞാൻ കേക്കുന്നേ പറഞ്ഞുള്ളൂ, കേക്ക് വാങ്ങിയേ പറഞ്ഞുള്ളൂ, ഞാനൊരു സ്പെസിഫിക് പറഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് 1/2 കിലോ കേക്ക് ഇതെടുത്തിട്ട് ഉണ്ടായിരുന്നു. അന്ന കുലുമാല് ഈ ആരാണ് കേക്ക് എന്ന് പറയാ. അതല്ലേ സ്വാഭാവികം, സംഭവിച്ചു പോയി. പറഞ്ഞൊരു കേക്ക് ഒരു കഷ്ണം കൊടുത്തൂടെ? ഇല്ല അതായിരുന്നില്ല, അത് ഞാൻ പറഞ്ഞല്ലേ, ഈ 2 വിരലിനടുത്ത് കുടുക്കി. അതാ അപ്പൊ അത് ഇപ്പൊ അതന്നെ മോതിരത്തിന് എടുക്കാട്ടോ കുടിക്കാൻ. പിടിച്ചാല് വരട്ടെ. ഞാൻ ചവിട്ട് വിചാരിച്ചിട്ട് കിട്ടിയതായി തന്നെ ഇട്ട് നോക്കുമ്പോ അതും പോയി. സാധനം ഒന്നുമില്ല. എല്ലാം ഞാൻ സമ്മതിച്ചാന്ന്. ഇവിടെ ഞാൻ പണിയെടുത്തു, അടുത്ത പൈസ കൊടുത്ത് അവിടെ ആരാ വെച്ചാ പണിയെടുത്തോ ഇല്ല പൈസ കൊടുത്തോ. ഒട്ടായം അന്ന് വിഷയം അപ്ലോഡായ സാധനം തരുമോ? 7 കൊല്ലം 7 കൊല്ലം അതായത് മുന്തിരി എവിടെയാ പോയി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മുന്തിരി പോയ സജുവിന്റെ വയറ്റിൽ അല്ലല്ല, അതാ തൂക്കിട്ടാവുന്നില്ല. ക്യാമറമാന്റെ കയ്യില് മുന്തിരി നേരത്തെ നോക്കുന്നത് മുന്തിരിയുടെ പോയി. മുന്തിരി എന്താണ് വീഡിയോ എടുക്കണോ, നടക്കുന്നില്ല. ഞെക്കാണ്ട് കഴിഞ്ഞ വെച്ചിട്ട് ബക്കറ്റ് മുന്തിരി എന്താ ക്യാമറ പൊത്തി പിടിച്ചിട്ടാണോ എന്താ അവൻ എടുക്കുന്നത്? ഇല്ല, അടിയില് ഫ്ലാഷ് ആയി എന്തോന്ന് പൊത്തിയിട്ടുണ്ടെന്താ ഇല്ല. അല്ല നക്കിയില്ല, എടാ ഇന്നാടന്ന് സംസാരിച്ചാലും സൗണ്ട് വരൂല. ഇല്ല സൗണ്ട് വരുമോ? ഹലോ പെസ്റ്റ് കളിക്കുന്നോ? ഇത് നക്കിയിട്ടൊന്നുമില്ല. തരുവാ ഏത് കേക്ക് കുടുക്കിട്ട് കേക്കാ? ഈ കേക്ക് ഇത് 3 ആക്കാം. ചെവു പോയടാ, പോയവനക്കെല്ലാം കൊടുക്കണം. ഓൻ തിരിച്ചു വരും. തിരിച്ചെന്തായാലും വരും. 92 സാധനം നാളെ വാങ്ങിയേ.
3 ഷോപ്പിൽ പിള്ളേർ പോയിക്ക് എന്നാ വാങ്ങിയ എന്തെല്ലാം വാങ്ങിയ ഒരു പിടുത്തവും ഇല്ല. ഇവിടുന്ന് 5-6 ഉൾസി അടിച്ചാണ്ട് ആ കേക്കോ താഴെ വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യം നമുക്ക് നോക്കിയാൽ അവിടുന്ന് എന്തെല്ലാം വാങ്ങിയേ? ആടാ ഇതിന് പോന്ന വരെ ഇതന്നെ ഉണ്ടാവും. 5 റുപ്യ മതിയോ? 30 ആക്കി എടുക്ക. ചില്ലറ അടാ ആ കേക്ക് വാങ്ങിയ കറക്റ്റാ. വെട്ടി അപ്പുറത്തെ എത്തി കൊടുക്കാനുള്ള അതിന്റെ റേഞ്ച് ഇല്ലല്ലോ. എത്രയാടാ? അടാ ഞാൻ ഒരു ചിപ്സ് എടുക്കുന്നുണ്ട്. ഒരു ചിപ്സ് ഉണ്ട് അയച്ചി. ഒരു ചിപ്സ് പച്ച. ഇതൊക്കെ മാട്ടെ. ഇതല്ലാണ്ട് കേക്കോ ഇല്ല. പറഞ്ഞാക്ക് പറഞ്ഞ സാധനം ഇല്ല. സുന്ദരായിട്ട് അടിക്കും. നക്കീകില്ലാന്നേ ഉള്ളൂ. അത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഞാൻ ക്യാമറ എല്ലാം കാണുന്നുണ്ടല്ലോ. 1.5 ലക്ഷം എന്റെ സ്വാധിക്ക് കൊടുക്ക. ക്യാമറ തന്നെ കൊടുക്കാണ്ട് പരിപാടി 5 മിനിറ്റ് മതി അല്ലേ? ആ ഒരു ലെവലിൽ പിടിച്ചാ 10 മിനിറ്റ് വരെ. 15 രൂപ കൂടി കേക്ക് വാങ്ങണ്ടേ? നിങ്ങൾ നമുക്ക് സർപ്രൈസ് തരാനുണ്ടോ? ആര് വാങ്ങിച്ചേ? എനിക്കൊന്നും സർപ്രൈസ് അങ്ങനല്ല, ഞാൻ ചാക്കുന്നുണ്ട്. നിങ്ങളാരെ ബാക്കി പൈസ എടുത്തു. അങ്ങോട്ട് കൊടുക്കാനായിട്ട് പോതാ ഫുള്ള് പറ്റുകയാണ് ഗൈസ്. റോബസ്റ്റോ ഇല്ല. റോബസ്റ്റിന്റെ ആരാ? നേന്ത്രൻ. അയ്യോ, റോബസ്റ്റിന്റെ ആട്ടം നേന്ത്രൻ. 5 റുപ്യ. ബാക്കി പൈസ ബാക്കി പൈസക്ക് 12 പിടിച്ചോ. അതാ വന്നേ. 5 റുപ്യ ഉള്ളു. പണ്ടൊന്നുമില്ല. പോവാത്തിയാ നല്ല ഒപ്പരം പണിയെടുക്കേണ്ട ഒരു 5 റുപ്യ കൊണ്ട് 4 കിലോന്റെ വത്തക്ക വാങ്ങിയ പോണം. 1 കിലോ 35 റുപ്യ. 4 കിലോന് എത്രയായി? 150 റുപ്യ. 5 റുപ്യ 100 രൂപ കൊടുക്കും. ഞാൻ വാങ്ങാൻ ചുറ്റിക്കുന്ന ടീം വിചാരിക്കുന്നുണ്ടാവും നമ്മള് ശരിയായ വ്ളോഗർ. മൈക്ക് ഭയങ്കര സംസാരം. അനങ്ങണ്ട. നിന്റെ മാത്രം നോക്കടാ. ഒരാള് നല്ലൊരു സാധനം കണ്ട വേഗം തിരിയുന്നു. ബാക്കി വണ്ടി ഇതെന്റെ അല്ല വണ്ടി തിരിക്കുന്നേ. എടുക്കുന്ന ശരിയാ. പിള്ളേർ പറയുന്ന കേൾക്കൂല. ഞാൻ പറയുന്ന ബ്രോ മൂടാന്നേ. അല്ല, അവിൽ മിൽക്ക് മൂടാന്ന് അറിയാം. പക്ഷെ ഇവന്റെ കളി കൊണ്ട് മനസ്സിലാകുന്നില്ല. അതെനിക്കറിയാം. ഇഞ്ഞെല്ലാം പറഞ്ഞ മേലെ കുടിക്കാം. കൂത്താറുമ്പോ വെച്ചാൽ വലിയ വിഷയമില്ല. എല്ലാം അങ്ങ് പോണെങ്കില് KSRTC വരുമ്പോ പേടിയില്ല. അന്റോട് പറഞ്ഞാ പറഞ്ഞതിന് വൈകുമ്പോ കൈന്റെ വിഷയത്തില്ല. കൈ കുറച്ച് സ്ട്രോങ്. ഞാൻ മസിലിനെന്നാ പറയുന്നത്. വലിച്ചിക്ക് ഇത് പോയാ പോയി. പത്തക്കനെ കുറച്ച് കുറിച്ചിട്ട്
വണ്ടി തള്ളാണ് വണ്ടി കാണുന്നില്ല മേലെ ഞാൻ അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല നിങ്ങളെന്തിനാ വണ്ടി തിരിച്ചേ? എന്തോ ഒരു ദുരുദ്ദേശം തോന്നുന്നുണ്ടല്ലോ. നിർദ്ദേശം പഠിക്കണ്ട അണ്ണ നാട്ടിലേക്ക് അങ്ങനെയാണോ? 100 റുപ്യ കൊടുത്ത് അങ്ങ് എത്തിച്ചു. 2 കൊലകാരി കൊടുത്ത വയസ്സിന് മൂത്തുള്ള നമ്മളെ അണ്ണാന്ന് വിളിക്കല്. പെണ്ണ് അണ്ണീന്ന്. അത് നോട്ട് ചെയ്തോ? പെണ്ണണ്ണി ആണണ്ണൻ. പെണ്ണണ്ണി കുട്ടികൾ ചുണ്ണൻ. മുറിക്കോ ചെയ്തു എമ്മാതിരി മറ്റേ കേക്ക് കുറിച്ചിട്ട് എങ്ങനെ ഭയങ്കര സേഫ്റ്റി പ്രശ്നം. മുന്തിരി നിന്ന് അങ്ങനെ വെള്ളം പിടിച്ച് ഇവനെയാ സംഭവം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രൂപത്തിൽ നോക്കിയിട്ടാ. ശീല അജാസില്ലാത്തതിന്റെ ഒരു കുറവ് കാണിക്കാനുണ്ട്. പക്ഷേ സ്വാതി കുറച്ച് കൈവിള്ളേ പെട്ടതാണേ. അല്ല ഫോട്ടോ വീഡിയോ കൈവിള്ളേ പെട്ടത്. അല്ലല്ല കഴിവൻ കഴിവണം കൈവേറിയതാ. അണ്ണൻ അണ്ണാന്നും ഇനി വാ. അതായത് പിള്ളേരെ കൊണ്ട് നെടുമ്പോയിൽ വന്ന് നോക്കുമ്പോ ഒരുത്തന്റെ അക്കൗണ്ട് പിള്ളേരത്തിനോട് 5 റുപ്യ 35 റുപ്യ 40 റുപ്യ പൈസയോ. പക്ഷെ നമ്മൾ അവിടെ നിന്നും തളരൂല, നമ്മൾ മുമ്പോട്ടേക്ക് തന്നെ പോകും. അതിൽ നൈസായിട്ട് ഷെബു സജു മുങ്ങേന് നമ്മൾ വിടുവാ. ലേറ്റ് ഇല്ല, കറക്റ്റ് കിട്ടുന്നുണ്ടാ? പിന്നെ ഏകദേശം എത്ര മിനിറ്റായി? 13 ചില്ലറയാ. അപ്പൊ 2 മിനിറ്റ് പറയാനുള്ള ഏകദേശം സംഭവങ്ങളുണ്ട്. അതായത് ഇന്നത്തെ വ്ളോഗ് അല്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗുകളിലല്ലോ പ്രൊഫഷണലിസം ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. കാരണം വ്ളോഗ് ചെയ്ത് ശീലമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. പിന്നെയുള്ള വീഡിയോഗ്രാഫറിന്റെ ഒരു കുറവുണ്ട്. സ്വാതി അത്യാവശ്യം ക്ലിക്ക് കാര്യങ്ങളാണെങ്കിൽ സ്വാതി അടിപൊളി ശരിയായ സാധനം. പക്ഷെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാതി കുറച്ച് ബാക്ക് അടിക്കുന്നുണ്ടെന്നോ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇതില്ല, വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് കൂടുതൽ അറിയുന്നത്. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ വന്ന കൈക്കെടുത്ത് നടക്കുന്ന ഓൻ്റെ പേരാണ് തമാം. വണ്ടിയിലിരുന്നിട്ട് പോകാൻ നിന്നവനാണ് ഷാബാസ്. മറ്റേ സജുവിനെ നോർമലി കാണുന്നതാണ് വീഡിയോഗ്രാഫർ നമ്മളെ സ്വാധീനം. അപ്പോൾ വീഡിയോൻ്റെ കാര്യത്തിൽ മൈക്ക് വാങ്ങിയതിന് ശേഷം ലൈറ്റ് ഇടുന്നുണ്ടാ? മൈക്ക് വാങ്ങിയതിന് ശേഷം 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അത്ര വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആളൊന്നുമല്ലെങ്കിലും അവരുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞ പോലത്തെ രീതിയിൽ നമ്മളെ സംഭവങ്ങൾ പക്ഷെ റെഡിയാവും ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കണ്ടിന്യൂഷൻ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു പട്ടാളൊന്നുമല്ല ഞാനും അറിയില്ല. പക്ഷേ നമുക്ക് സ്പോട്ട് സംസാരം കുറവാണ്, പക്ഷെ അത് റെഡിയായി വരും. അപ്പോൾ ഈ ഒരു കണ്ടന്റിൽ ഫണ്ണ് എന്നുള്ള രീതിയിൽ എടുത്തൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ ചില അസഭ്യങ്ങളൊന്നും വന്നിട്ടില്ല, വരുമൊന്നുമില്ല. പിള്ളേരെല്ലാം നൈസാണ്. പിന്നെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പാൻ്റാണ് റെഡ്. നമ്മളെ പിള്ളേരിൽ തന്നെ ഒരുപാട് ആളിൽ കുറവുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങളുണ്ട്. ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കുക, വീഡിയോ ഫുള്ള് കാണാം, സന്തോഷത്തോടെ നിൽക്കുക, ഹാപ്പി. വെയിറ്റ് ഒന്ന് പറയാൻ വിട്ടേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.